ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഓൾവേസ് ഹോം എന്ന ചൈനീസ് ഡ്രാമയുടെ 11ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടു നിർത്തിയതുപോലെ ഇപ്പോൾ ജിങ് അവൻ്റെ ഏറ്റവും വലിയ എയിമായിട്ടുള്ള ഒരു ഫുട്ബോൾ പ്ലെയർ ആവണമെന്ന ആ ഒരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് ഇപ്പതാ അതിനു മുമ്പേ നടക്കുന്ന ഒരു പെർഫോമൻസ് ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് എത്തിയിരിക്കുകയാണ്. അവിടെ ഇവരെ കാണാനും അതിൽ നിന്ന് നല്ല പ്ലെയേഴ്സിനെ സെലക്ട് ചെയ്യാനായിട്ട് ഇന്റർനാഷണൽ ആയിട്ടുള്ള ടീമിന്റെ കോച്ച് തന്നെ അവിടെ എത്തിയിരിക്കുന്ന കാരണം ഇപ്പൊ ജിങ് നന്നായി തന്നെ കളിക്കുകയാണെങ്കിൽ അവന് നേരിട്ട് ഇന്റർനാഷണലിലേക്ക് കയറാൻ പറ്റുന്നുള്ള ആഗ്രഹത്തോടെ അവനിപ്പോ അതിനുവേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാക്ടീസ് ചെയ്യും കളിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ അവൻ പ്രിലിംസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ കളിച്ച് അവിടെ ഉണ്ടായിരുന്ന നമ്മുടെ ചെന്നിനെയും അവന്റെ പാരന്റ്സിനെയും ഈവൻ അവിടുത്തെ ജഡ്ജസിനെ പോലും ഇംപ്രസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അതിനൊക്കെ ശേഷം വീട്ടിലേക്ക് തിരിച്ചെത്തിയിട്ട് ആകെ ഒറ്റയ്ക്ക് എന്തോ ആലോചിച്ച് വിഷമിച്ചിരിക്കുന്ന നമ്മുടെ ജിങ്ങിന്റെ അടുത്തേക്ക് സോങ് വന്ന് നിന്റെ പ്രിലിംസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ വളരെ വിഷമത്തോടെ തന്നെ താൻ പതിവിൽ നന്നായിട്ട് ഇന്ന് കളിച്ചു എന്നും ഇന്ന് അവന്റെ ഒരു ബെസ്റ്റ് പെർഫോമൻസ് തന്നെയാണ് അവൻ അവിടെ കൊടുത്തതെന്നും പക്ഷേ അവിടെ വന്ന ബാക്കി പാർട്ടിസിപ്പൻസുമായിട്ട് തന്നെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവരുടെ അത്രയും താൻ ഒട്ടും എത്തിയിട്ടില്ലെന്നും അവരുടെയും തന്റെ ഇടയിൽ ഒരു ഗ്യാപ്പ് ഉണ്ടെന്നും അത് ഫില്ല് ചെയ്യല് അത്ര എളുപ്പമുള്ള കാര്യമല്ലെന്നും ഇപ്പോ ജിങ് സോങ്ങിന്റെ അടുത്ത് പറയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന സോങ് ആകട്ടെ അവര് പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് കിട്ടുന്ന പിള്ളേരാണെന്നും ജിങ്ങിന് അങ്ങനത്തെ കണ്ടീഷൻ ഇല്ലാത്തതുകൊണ്ട് അതിന്റെ ഒരു ഡിഫറൻസ് മാത്രമേ അവർക്കിടയിലുള്ളൂ എന്നും പക്ഷെ എന്തൊക്കെ ഇരുന്നാലും ലാസ്റ്റ് ജിങ് തന്നെ ഇതിന്റെ ഫൈനൽ സെലക്ഷനിലേക്ക് കയറുമെന്നും അവന്റെ ആഗ്രഹം സാധിക്കുമെന്നും എല്ലാം ഇപ്പൊ സോങ് പറഞ്ഞ് അവനെ മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് അവനിങ്ങനെ ഡിപ്രസ് ആയിട്ട് ഇരിക്കുന്നതും ഇതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കുന്നൊന്നും ചെന്നിയുടെ അടുത്ത് പറയരുതെന്ന് ജിങ് പറയുമ്പോൾ സോങ് ഇപ്പോൾ ഓക്കെ പറയുന്നുണ്ടെങ്കിലും പിന്നീട് ജിങ്ങിന്റെ കയ്യിൽ കിടക്കുന്ന നേരത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടതുപോലെ ചെന്ന് അവൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട അവളുടെ അമ്മ അവൾക്ക് കൊടുത്ത ലക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന ആ ഒരു റെഡ് ത്രെഡ് നമ്മുടെ ജിങ്ങിന്റെ കയ്യിൽ കിടക്കുന്ന കാണുമ്പോൾ ചെന്നിന് ഇത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം എന്തിനു വേണ്ടിയിട്ടാണ് വെറും ഒരു ഫ്രണ്ട് ആയിട്ടുള്ള ജിങ്ങിനെ അവൾ കൊടുത്തേന്ന് ആലോചിച്ച് സോങ് ഇപ്പൊ ആകെ അപ്സെറ്റ് ആകുന്നുണ്ട്. അങ്ങനെ പിന്നീട് സോങ് വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് ജിങ്ങിന്റെ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ജിങ്ങിനെ പറ്റിയിട്ടുള്ള ആ ഒരു ഇഞ്ചുറി അവന്റെ ലൈഫിൽ തന്നെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ആണെന്ന് മനസ്സിലാക്കി ഡോക്ടറായിട്ടുള്ള തന്റെ അച്ഛനോട് ഇതിന് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടെന്നോ എന്തെങ്കിലും സർജറി വഴി ജിങ്ങിനെ പഴയ എനർജറ്റിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് മാറ്റാൻ പറ്റുമെന്നോ അവന് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ കൊടുത്ത് അവന്റെ പഴയ ആ ഒരു ടാലന്റ് അവന് തിരിച്ചെടുക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്നുണ്ടെങ്കിലും ഈ ബോഡിയുടെ കാര്യമൊക്കെ ആയതുകൊണ്ട് ഓൾറെഡി വലിയ രീതിയിൽ ഒരു ഇഞ്ചുറി പറ്റിയതുകൊണ്ട് ഇനി അത് റിവേഴ്സ് ചെയ്ത് പൂർവാധികം പഴയ ആ ഒരു സിറ്റുവേഷനിലേക്ക് ആകാനായിട്ട് കഴിയില്ലെന്നും മാത്രമല്ല അതുകൊണ്ട് കൂടുതലൊന്നും സ്ട്രെയിൻ ചെയ്യാണ്ട് എന്റെ ഹെൽത്ത് നന്നായി ശ്രദ്ധിക്കാനാണ് സോങ്ങിന്റെ അച്ഛൻ ഇപ്പോ അവന്റെ അടുത്ത് പറയുന്നത്. സോ ഇതിലൂടെ തന്നെ ജിങ്ങിന്റെ കണ്ടീഷൻ ഇത്തിരി മോശമാണെന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇതേ നേരം ജിങ്ങിനെ കാണിക്കുകയാണെങ്കിൽ അവനിപ്പോ നേരത്തെ സീനിൽ പറഞ്ഞതുപോലെ ചെന്ന് അവന് കൊടുത്തിട്ടുള്ള ആ ഒരു റെഡ് ത്രെഡ് നോക്കി അത് ആലോചിച്ച് ഇരിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം അവരുടെ റിസൾട്ട്സ് ഒക്കെ വരുന്ന സമയത്ത് ജിങ്ങിന് അതിൽ പാസ്സാവാൻ പറ്റിയിട്ടില്ലെന്ന് റിജക്റ്റ് ആയി എന്ന് പറഞ്ഞ് അതൊട്ടും തന്നെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ അവൻ നിൽക്കുമ്പോൾ ചെന്ന് അവന്റെ അടുത്തേക്ക് വന്ന് അവനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. ഇതേ നേരം മറ്റൊരിടത്ത് സീഷയെ കാണിക്കുകയാണെങ്കിൽ അവളും അവളുടെ ആഗ്രഹം പോലെ ഒരു എഴുത്തുകാരി ആവാൻ വേണ്ടിയിട്ട് കുറെ റൈറ്റിംഗ്സ് ഒക്കെ എഴുതിയിട്ട് അവിടെ ഇവിടെയൊക്കെ പബ്ലിഷ് ചെയ്യാനായിട്ട് കൊടുത്തെങ്കിലും അവിടെ നിന്ന് എല്ലാവരുടെയും റിജക്ഷൻ കിട്ടി. ഇതിനെന്താണ് ഇത്ര കുഴപ്പമെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് അവളുടെ അമ്മ അങ്ങോട്ടേക്ക് വന്നിട്ട് ആ ഒരു പേപ്പേഴ്സ് ഒക്കെ അവളുടെ കയ്യിൽ നിന്ന് എടുത്ത് വാങ്ങിക്കുന്നത്. എന്നിട്ട് ഓൾറെഡി ആ ഒരു റിജക്ഷന്റെ പേരിൽ വിഷമിച്ചിരിക്കുന്ന സീഷയൊന്നും ആശ്വസിപ്പിക്കാണ്ട് അവളുടെ അമ്മ ഇപ്പോൾ അങ്ങനെയല്ല എഴുതാനും അവളുടെ എഴുത്തിന് ആ ഒരു സോൾ ഇല്ലെന്നും ഒക്കെ പറഞ്ഞ് അവൾ ആകെ ഡിസ്കറേജ് ചെയ്യാണ്. അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സോങ്ങും ചെന്നും ജിങ്ങും കൂടി ഇപ്പൊ ഒരുമിച്ച് സ്കൂളിലിരുന്ന് പഠിച്ചുകൊണ്ടിരിക്കെ സ്റ്റാഫ് ഇപ്പോൾ അവരുടെ ക്ലാസ്സിലേക്ക് വന്നിട്ട് ടീച്ചറുടെ അടുത്ത് എന്തോ പറയുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടീച്ചർ ഇപ്പോൾ സോങ്ങിന്റെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എത്താൻ പറയുമ്പോൾ അത് കേട്ട് ആകെ പരിഭ്രമിച്ച് പേടിച്ച് വിറച്ച് ഓടി അവൻ ഹോസ്പിറ്റലിലേക്ക് എത്തുമ്പോൾ അവന്റെ അച്ഛൻ അവിടെ അമ്മയ്ക്ക് കാവലിരിക്കുന്നതാണ് അവൻ കാണുന്നത്. അങ്ങനെ അവന്റെ അമ്മയ്ക്ക് എന്ത് പറ്റിയെന്ന് അവൻ അച്ഛൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ അപ്പോഴാണ് അവന്റെ അമ്മ ഓൾറെഡി ഒരു ഹെഡ് നേഴ്സ് ആയതുകൊണ്ട് ഇവിടെ കൊണ്ടുവന്ന ഒരു പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്നതിന്റെ ഇടയിൽ അവിടുത്തെ ബൈസ്റ്റാൻഡേഴ്സ് പ്രശ്നം ഉണ്ടാക്കി അവന്റെ അമ്മയെ തള്ളിയിടുന്ന സമയത്ത് അവന്റെ അമ്മ ചെന്ന് അവന്റെ ബെഡിൽ പോയിട്ട് തലയിടിച്ചിട്ട് അൺകോൺഷ്യസ് ആയിട്ട് ഇപ്പൊ പെട്ടെന്ന് തന്നെ ഒരു ഓപ്പറേഷൻ ഒക്കെ വേണ്ട കാര്യം അവന്റെ അച്ഛൻ അവന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ഇപ്പൊ സോങ് ഈ ഒരു കാര്യമൊക്കെ അറിഞ്ഞ് അവന്റെ അമ്മയെ പുറത്തുനിന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന നേരത്താണ് അങ്ങോട്ടേക്ക് ചെന്നും അവളുടെ അമ്മയും കൂടി എത്തുന്നത്. അങ്ങനെ സോങ്ങിനെ ആകെ ഡിപ്രസ്ഡ് ആയിട്ട് കാണുന്ന ചെന്നിന്റെ അമ്മ ഇപ്പോൾ അവന്റെ അടുത്ത് വീട്ടിലേക്ക് പോയിട്ട് റെസ്റ്റ് എടുക്കാനായിട്ട് പറയുന്നുണ്ടെങ്കിലും അവനത് കൂട്ടാക്കാതെ വരുമ്പോൾ അവളുടെ അമ്മ ഇപ്പോൾ അവന്റെ അച്ഛനെയും കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നുണ്ട്. ഈ നേരം അവിടെ ഒറ്റയ്ക്കായിരിക്കുന്ന സോങ്ങിനെ ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്. കാരണം അവള് കുട്ടിയായിരുന്ന സമയത്ത് അവൾ ഒട്ടും തന്നെ ഹെൽത്തി അല്ലാത്തതുകൊണ്ട്
പറ്റാത്തതുകൊണ്ട് എപ്പോഴും അവൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു എന്നും അങ്ങനെ അവൾ ഒന്നും തന്നെ ചെയ്യാൻ പറ്റാണ്ട് വളരെ നിസ്സഹായിയായിട്ട് കിടക്കുമ്പോൾ പുറത്ത് അവളുടെ അമ്മയും അച്ഛനും നിന്നിട്ട് അവൾക്ക് വേണ്ടി കരഞ്ഞതൊക്കെ ആലോചിക്കുമ്പോൾ ഇന്നും തനിക്കിങ്ങനെ പെട്ടെന്ന് വയ്യാണ്ടാവുന്നതിന്റെ പേരിൽ തനിക്ക് കുറ്റബോധം ഉണ്ടെന്നും അതുപോലെ തന്നെ ഇപ്പൊ നീ ഇത്രയും വിഷമിക്കുന്നതെങ്ങാനും നിന്റെ അമ്മ അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മയ്ക്കും അതുപോലെ വിഷമം ഉണ്ടാവുമെന്നും പറഞ്ഞ് അവൾ അവനെ സമാധാനിപ്പിക്കുന്നുണ്ട്. താൻ പറയുന്ന വാക്കുകളൊന്നും തന്നെ സോങ്ങിനെ 100% കംഫർട്ടബിൾ ആക്കില്ലെന്ന് അവൾക്ക് അറിയാമെങ്കിലും അവൾക്ക് പറ്റുന്ന പോലെ ചെന്നിപ്പോ അവനെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ പിറ്റേ ദിവസം ജിങ്ങും ചെന്നും കൂടി നിന്ന് സോങ് ഇന്ന് ക്ലാസ്സിലേക്ക് വരില്ലെന്നും അവന്റെ അമ്മയുടെ കണ്ടീഷൻ ഇത്തിരി സീരിയസ് ആണെന്നൊക്കെ നിന്ന് പറയുമ്പോൾ തന്നെ സോങ് ഇപ്പോൾ സ്കൂളിലേക്ക് പോകാൻ റെഡി ആയിട്ട് അവരുടെ അടുത്തേക്ക് വരികയാണ്. പക്ഷെ പിന്നീട് സ്കൂളിലേക്ക് എത്തുമ്പോഴും അവിടെയുള്ള കുട്ടികളൊക്കെ ഈ ഒരു കാര്യം പറഞ്ഞ് അവന് വളരെ വിയോർഡായിട്ട് നോക്കുമ്പോൾ ഇത് കാണുന്ന സോങ് അൺകംഫർട്ടബിൾ ആകണമെന്ന് മനസ്സിലാക്കിയിട്ട് ജിങ് ഇപ്പോൾ അവനെ വിളിച്ച് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇതേ നേരം തന്നെ അവന്റെ അമ്മയുടെ കണ്ടീഷനൊക്കെ അറിഞ്ഞ് അവനോട് അത്ര ഇഷ്ടമുണ്ടായിരുന്ന സീഷി ഇപ്പൊ അവന്റെ അടുത്തേക്ക് ഓടി വരുന്നുണ്ട്. അങ്ങനെ അവളും അവനെ സമാധാനിപ്പിച്ച് പിന്നീട് അവൻ നേരെ തന്നെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. അങ്ങനെ സ്കൂളും അതിനുശേഷം ഹോസ്പിറ്റലൊക്കെ ആയിട്ട് വളരെ ബിസി ആയിട്ട് 2-3 ദിവസം അങ്ങനെ പോയി കഴിയുമ്പോൾ ഒരു ദിവസം സോങ്ങിന്റെ അമ്മ കണ്ണ് തുറക്കുന്നുണ്ട്. ഇങ്ങനെ അന്ന് വൈകുന്നേരം സോങ്ങും അവന്റെ അച്ഛനും കൂടിയിരുന്ന് അമ്മയുടെ കാര്യങ്ങൾ സംസാരിക്കുമ്പോഴാണ് ഡോക്ടറായിട്ടുള്ള അവന്റെ അച്ഛനിപ്പോ അവന്റെ അമ്മയുടെ കണ്ടീഷൻ എന്താണെന്ന് ശരിക്കും അവൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത്. അന്നുണ്ടായ ഒരു ആക്സിഡന്റിൽ അമ്മയുടെ നെർവിന് സാരമായി തന്നെ ഡാമേജ് പറ്റിയ കാരണം കൊണ്ട് ഇനി ഒരു പക്ഷെ അമ്മയ്ക്ക് പഴയതുപോലെ എഴുന്നേറ്റ് മര്യാദയ്ക്ക് നടക്കാൻ പറ്റില്ലെന്നും അത് അവളുടെ ഭാഗ്യത്തിനനുസരിച്ച് മാത്രമായിരിക്കുമെന്നും കുറച്ചു നാൾ എന്തായാലും വീൽ ചെയർ ഇല്ലാതെ അവൾക്ക് മൂവ് ചെയ്യാൻ പറ്റില്ലെന്നും അവന്റെ അച്ഛൻ പറയുമ്പോൾ ഇത് കേട്ട് സോങ് ആകെ ബ്രേക്കായി പോകുന്നുണ്ടെങ്കിലും ഇപ്പൊ അവന്റെ അച്ഛൻ പുറത്തേക്ക് പോയിട്ട് അവൻ അറിയാതെ പുറത്തുനിന്ന് കരയണത് കൂടി കാണുമ്പോൾ ഇതൊന്നും തന്നെ സഹിക്കാൻ പറ്റാണ്ട് പാവം നമ്മുടെ സോങ് അവിടെ വെച്ച് തന്നെ കരഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ അന്ന് വൈകുന്നേരം അവന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ നിന്ന് വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് അവൻ അച്ഛന്റെ അടുത്ത് അവൻ ഇപ്പൊ പഠിക്കുന്ന ആ ഒരു സ്കൂളിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങിയിട്ട് ഹോസ്പിറ്റലിനടുത്തുള്ള വേറൊരു സ്കൂളിലേക്ക് മാറുകയാണെന്നും അങ്ങനെ ആവുമ്പോൾ അവന് സ്കൂള് കഴിഞ്ഞ അപ്പൊ തന്നെ അമ്മയുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുമെന്നും അമ്മേനെ നോക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഈ ഒരു കാര്യം കേൾക്കുമ്പോൾ സോങ്ങിന്റെ അച്ഛൻ അത് റിജക്ട് ചെയ്യാണ്. കാരണം സോങ്ങിന്റെ അമ്മയ്ക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് സോങ്ങിന്റെ പഠനമെന്നും ഇനി അവള് കാരണം അവന്റെ പഠനത്തിന് എന്തെങ്കിലും പ്രശ്നം സംഭവിച്ചു എന്ന് അവൾ മനസ്സിലാക്കുകയാണെങ്കിൽ അവൾക്ക് ഒരിക്കലും അത് താങ്ങാൻ പറ്റില്ലെന്ന് ഇപ്പൊ സോങ്ങിന്റെ അച്ഛൻ അവന്റെ അടുത്ത് പറയാണ്. പക്ഷെ ഇത് കേൾക്കുന്ന സോങ് ഇപ്പൊ ഞാനല്ലാതെ അമ്മയെ നോക്കാനായിട്ട് ആർക്ക് പറ്റുമെന്ന് ചോദിക്കുമ്പോൾ അതിനും അവന്റെ അച്ഛന് മര്യാദയ്ക്ക് ഒരു ആൻസർ പറയാനായിട്ട് പറ്റുന്നുണ്ടായിരുന്നില്ല. കാരണം അച്ഛന് ഒരു ഡോക്ടർ ആയതുകൊണ്ട് ആൾക്ക് എപ്പോഴും വളരെ ബിസി ആയിട്ടുള്ള ഒരു പ്രൊഫഷനാണ്. അതിന്റെ ഇടയിൽ അമ്മയുടെ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒരാളുടെ ഹെൽപ്പ് ഇല്ലാതെ ഒരു കാര്യം പോലും ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റാത്ത അമ്മയ്ക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോലും അവന്റെ അച്ഛന് ടൈം കിട്ടില്ലെന്ന് അവന് ഉറപ്പായിരുന്നു. മാത്രമല്ല നിങ്ങൾ ഇത്രയും നാൾ എന്നെ നോക്കിയില്ലേ, സോ ഇങ്ങനെ നിങ്ങൾക്കൊരു കണ്ടീഷൻ വരുമ്പോൾ ഞാനല്ലാതെ മറ്റാരാ നോക്കാന്ന് പറഞ്ഞ് സോങ് ട്രാൻസ്ഫർ ചെയ്യണമെന്ന അവന്റെ തീരുമാനം ഉറപ്പിക്കുന്നുണ്ട്. മാത്രമല്ല അമ്മോട് ഇക്കാര്യം ഇപ്പൊ സംസാരിക്കരുതെന്നും അവൻ അച്ഛനോട് പറയുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ അവൻ ഈ കാര്യങ്ങളൊക്കെ ജിങ്ങിന്റെ അടുത്തും ചെന്നിന്റെ അടുത്തും പറയുമ്പോൾ അവർക്കിത് കേട്ട് വിഷമാവുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ അവന്റെ സാഹചര്യം മനസ്സിലാക്കി അവരവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ പിറ്റേന്ന് ഇപ്പൊ സോങ് അവസാനമായിട്ട് അവന്റെ ആ ഒരു ക്ലാസ്സിലേക്ക് വന്ന് നോക്കുമ്പോൾ അവന്റെ ക്ലാസ് ടീച്ചറും അവന്റെ ഫ്രണ്ട്സും എല്ലാരും കൂടി ഒപ്പം വന്നിട്ട് അവന് നല്ല രീതിയിൽ തന്നെ ഒരു ഫെയർവെൽ പറഞ്ഞ് അവനെ അവിടെ നിന്ന് വിട്ടയക്കുന്നുണ്ട്. അങ്ങനെ വളരെ നിസ്സഹായനായിട്ട് അവൻ അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് സീഷയും അവന്റെ പുറകെ നിന്ന് നോക്കി കാണുന്നുണ്ട്. അങ്ങനെ പിന്നീടുള്ള കുറച്ച് ദിവസങ്ങൾ സോങ്ങിന് പുതിയ തന്റെ സ്കൂളിലേക്ക് പോയി വന്നതിന് ശേഷം അവൻ നേരെ തന്നെ ഹോസ്പിറ്റലിൽ പോയിട്ട് അമ്മയുടെ അടുത്തേക്ക് ചെന്ന് അമ്മയുടെ A to Z കാര്യങ്ങൾ നോക്കി കൊടുക്കലായിരുന്നു പണി. ഈവൻ അമ്മയ്ക്ക് ഫുഡ് വാരി കൊടുക്കുന്നതും ഒറ്റയ്ക്കൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് അവളെ ക്ലീൻ ആക്കി കൊടുക്കുന്നതൊക്കെ സോങ് തനിച്ച് തന്നെയായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ ഒരുപാട് കടന്നു പോകുമ്പോൾ പയ്യെ അവന്റെ അമ്മ ഇംപ്രൂവ് ആയി ഇപ്പൊ ഒന്ന് എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റും എന്നുള്ള അവസ്ഥയിലാവുമ്പോൾ ചെന്നിന്റെയും ജിങ്ങിന്റെ അമ്മമാരും ഒപ്പം സോങ്ങും അവന്റെ അച്ഛനും ഒക്കെ ചേർന്ന് അവന്റെ അമ്മയെ ഡിസ്ചാർജ് ആക്കി ഇപ്പൊ വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. പക്ഷെ അങ്ങനെ അവരിരുന്ന് സംസാരിക്കുന്നതിനിടയിലാണ് അറിയാതെ സോങ്ങിന്റെ തന്നെ വായിന്ന് അവൻ സ്കൂള് മാറി ട്രാൻസ്ഫർ ആയ കാര്യം അവൻ പറയുന്നത്. അങ്ങനെ ഇത് കേട്ട് എനിക്ക് വേണ്ടി തന്റെ മകൻ അവന്റെ സ്റ്റഡീസിന് കോംപ്രമൈസ് ചെയ്തു എന്ന് ആലോചിച്ച് വിഷമമായിട്ട് അവള് അവന്റെ അടുത്തും അവന്റെ അച്ഛന്റെ അടുത്തും ആ ഒരു വീട്ടിൽ നിന്ന് കുറച്ചു നേരത്തേക്ക് ഇറങ്ങി പോകാനായിട്ട് പറയുന്നുണ്ട്. കാരണം അവന്റെ അമ്മയ്ക്ക് പണ്ട് പഠിക്കാൻ പറ്റാത്തതൊക്കെ സോങ്ങിലൂടെയാണ് അവള് നേടിക്കൊണ്ടിരുന്നത്. അതിലും ഉപരി എനിക്ക് വേണ്ടി സോങ് അങ്ങനെ ചെയ്തു എന്നുള്ളൊരു കാര്യം അവൾ അത്രയും തന്നെ ഹേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറച്ചു നേരത്തിന് ശേഷം ഇപ്പോ ചെന്നും ജിങ്ങും കൂടിയിട്ട് സോങ്ങിന്റെ അമ്മ ആ ഒരു വീട്ടിൽ തനിച്ചാണെന്ന് അറിയാതെ അവളെ കാണാനായിട്ട് വരുന്നതിന്റെ ഇടയിലാണ് അവിടുന്ന് പെട്ടെന്ന് പുകയൊക്കെ വരുന്നത് കണ്ട് അവര് സോങ്ങിനെയും അച്ഛനെയും വിളിക്കുന്നത്. കാരണം അവന്റെ അമ്മ ഇപ്പോൾ ഓൾറെഡി പാരലൈസ്ഡ് ആയതുകൊണ്ട് അവൾക്ക് ഒറ്റയ്ക്ക് പുറത്തേക്ക് വരാൻ പറ്റാത്തതുകൊണ്ട് അവരിപ്പോ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ആ ഒരു വാതിൽ തല്ലിപ്പൊളിച്ച് അവന്റെ അമ്മയെ പുറത്തേക്ക് എടുക്കാൻ നോക്കുന്നതിന്റെ ഇടയിൽ അവന്റെ അമ്മ ഇപ്പൊ ചെന്നിന്റെ അടുത്തും ജിങ്ങിന്റെ അടുത്തും എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് പോവാനായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ അവരവിടെ നിന്ന് ലീവ് ചെയ്യുമ്പോൾ തന്നെ അവന്റെ അമ്മ ഇപ്പൊ സോങ്ങിന്റെ അടുത്തും തന്നെ തുടരുത്, എന്റെ അടുത്ത് നിന്ന് പോ എന്നൊക്കെ പറഞ്ഞപ്പോ വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലാവാതെ അവൻ താഴേക്ക് നോക്കുമ്പോഴാണ് അവന്റെ അമ്മയ്ക്ക് ഇപ്പൊ സ്വന്തം ബോഡിയിൽ യാതൊരു കൺട്രോളും കിട്ടാത്തതുകൊണ്ട് അവിടെ വെച്ച് തന്നെ അവൾ യൂറിനേറ്റ് ചെയ്തതായിട്ടും ഇത് കാണിക്കാതിരിക്കാനായിട്ടാണ് അവൾ എല്ലാവരോടും അവിടെ നിന്ന് പോവാൻ പറഞ്ഞെന്നും ഇപ്പോ സോങ്ങിന് മനസ്സിലാകും.
മനസ്സിലാകുന്നുണ്ട്. പക്ഷെ തന്റെ അമ്മയെ ഇത്രയും ഒരു വേഴ്സ്റ്റ് അവസ്ഥയിൽ കാണേണ്ടി വന്നത് ആലോചിച്ച് നമ്മുടെ സോങ്ങിന്റെ ഹൃദയം തന്നെ തകരുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് സോങ് തന്നെയാണ് അവിടെ ഫുള്ള് ക്ലീൻ ആക്കി ഇടുന്നത്. പക്ഷെ ഇത്രയും ദിവസം വളരെ നോർമലായിട്ട് നടന്നിരുന്ന ഒരാള് പെട്ടെന്നൊരു ദിവസം ഇത്രയും കാര്യത്തിന് പോലും യാതൊരു കൺട്രോളും കിട്ടാതെ ഇത്രയും വിഷമിക്കുന്ന കാണുമ്പോൾ ഇത് കണ്ട് ചങ്ക് പൊട്ടിയിരിക്കുന്ന സോങ്ങിനെയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ എൻഡ് ചെയ്യാണ്. സോ ഗൈസ്, ഇതുപോലെ തന്നെ എന്തെങ്കിലും ചെറിയൊരു കാര്യത്തിന് തന്നെ നമ്മുടെ ജീവിതത്തിന് ഫുള്ള് മാറ്റിമറിക്കാനായിട്ട് സാധിക്കൂല. അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ ഒരു ടൈം ഫുള്ള് എല്ലാവരും തന്നെ ചെറിഷ് ചെയ്യുക, എൻജോയ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതിന്റെ ബാക്കി നമുക്ക് നാളെ വീണ്ടും കാണാം. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.